മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. എന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. കേട്ടോ, ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വരാൻ ഉണ്ടായ കാരണം എന്താണ്? ഇന്ത്യയുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ രണ്ടായിട്ട് തിരിക്കാം. അതായത് കോപ്പറേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രീ ഇൻഡിപെൻഡൻസ് എറ അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് ആ ഒരു സ്റ്റേജിലുമുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റേജിലും എന്തുണ്ട്? നമ്മുടെ കോപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത് ഈ രണ്ട് സ്റ്റേജിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇൻഡിപെൻഡൻസ് ബിഫോർ ഇൻഡിപെൻഡൻസ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ ഫാമേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിച്ചിരുന്ന ആരാണ്? ഫാമേഴ്സാണ് അല്ലേ. ഫാമേഴ്സിന് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് റീസണബിൾ റേറ്റ് കിട്ടുന്നില്ല, അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റികൾ കിട്ടുന്നില്ല അല്ലേ. അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സുകൾക്ക്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകൾക്ക് റീസണബിൾ റേറ്റ് കിട്ടുന്നില്ല. മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൂൾ ചെയ്ത കാലമാണല്ലേ. അപ്പം നമ്മളിവിടെയുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുകയും ഹൈ പ്രൈസിനുള്ളത് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ അല്ലേ. മൊത്തത്തിൽ നമ്മളവിടെ വളരെയധികം പ്രശ്നങ്ങൾ, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് എന്നിവ ഒരു രാജ്യത്തെ തകർക്കാൻ ഇത് രണ്ടും മാത്രം പോരെ അല്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിനെ എന്ത് ചെയ്യണം, കൺട്രി എന്ത് ചെയ്യണം, നമുക്കവിടെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്താണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ നമ്മളത് എടുത്തു പറയാൻ കാരണം മറ്റ് കൺട്രികളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടക്കം കുറിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് അല്ലേ, ബ്രിട്ടനിലാണ്. റോബർട്ട് ഓവൻ ആണ് തുടക്കം കുറിച്ചത്. അപ്പം അവിടെയെല്ലാം അതൊരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് അല്ല. ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയ ഒരു സഹകരണ പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിലത് ഒരു കൂട്ടം ആൾക്കാർ, ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ പെട്ടെന്ന് അവർക്കുണ്ടായ ചിന്തയിലുണ്ടായതല്ല. അത് സ്റ്റേറ്റിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അല്ലേ, സ്റ്റേറ്റിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്താണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ത്യയിൽ രൂപം കൊണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ് വന്നത് എന്ന് പറയാറുണ്ട്. എക്സാമിന് ചോദിക്കാം, അതൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഇനിഷ്യേറ്റീവാണോ, വോളണ്ടറി പേഴ്സൺ ആണോ, എന്തെങ്കിലും ആക്ടിൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്താണോ, സ്റ്റേറ്റ് പോളിസി ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ യെസ്, ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റേറ്റ് പോളിസി കേട്ടോ. സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇന്ത്യയിലേക്ക് കോപ്പറേഷൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തുടക്കത്തിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്റ്റുകളാണ് കൊണ്ടുവന്നത്, അതുമായി ബന്ധപ്പെട്ട പേഴ്സൺസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തുടങ്ങാം. അപ്പോൾ the cooperative movement was introduced in India with the chief object of making breakthrough the stagnation of the poorer classes, especially the vast majority of agriculturists. ആരെ രക്ഷിക്കുവാനാണ് അല്ലേ? ഫാമേഴ്സിനെ അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റിനെ രക്ഷിക്കാനാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ബ്രേക്ക് ഇടുക, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക? അവരെ കരകയറ്റുക അല്ലേ. അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയൊരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അല്ലേ. So, the majority of agriculturists who were growing and with a heavy weight of indebtedness അല്ലേ, അവർ കടം മേടിക്കുന്നു, കൃഷി നടത്തുന്നു, എന്നാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അതിനുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല അല്ലേ. ഓഫ് കോഴ്സ് അവിടെ എന്ത് വരും? കർഷകർ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തിപ്പെടുന്നു അല്ലേ. മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ അവരുടെ സ്വന്തം ലാൻഡിലല്ല അവർ കൃഷി നടത്തുന്നത്, പാട്ടത്തിനാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസും അവർക്ക് ലീസും ലീസിന് നമുക്ക് ലീസ് റെൻ്റൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും? അവരെ കൂടുതൽ കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കണം, ഇന്നാണ് നമുക്കിവിടെ സർവീസ് ഇൻഡസ്ട്രികളും അതർ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം
കൂടുതൽ ഇൻഡസ്ട്രികളൊക്കെ വന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു മെയിനായിട്ട് ഒരൊറ്റ സെക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ആ സെക്ടറിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഏതാണ്? അഗ്രികൾച്ചറൽ സെക്ടർ മാത്രമല്ലേ നമുക്കന്ന് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? മെയിനായിട്ടൊരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ആൾക്കാരുടെ വരുമാന മാർഗം. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് തകർന്നാൽ മൊത്തം ഇന്ത്യ തന്നെ തകരും അല്ലേ? അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് തന്നെ തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്? ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്ന തരത്തിൽ ചിന്തിച്ച് അതിൻ്റേതായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. It was the bond of debt which was largely responsible for the deteriorating stage of agriculture and poverty. അപ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് പോവർട്ടി വരും, ഓഫ് കോഴ്സ് അൺഎംപ്ലോയ്മെൻറ്റ് വരും, നമ്മുടെ എക്കോണമി തകരാൻ മറ്റൊരു ഒന്നും ഇനി വേണ്ട അല്ലേ? Then the government adopted various measures for granting loans and credit facility to the farmers. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് ഇത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു അഗ്രികൾച്ചറൽ സെക്ടർ തകർന്നാൽ ഇന്ത്യ തകർന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺസുകൾ ഗ്രാൻറ്റ് ചെയ്യാൻ തുടങ്ങി, ക്രെഡിറ്റ് ഫെസിലിറ്റീസുകൾ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട്? ബെറ്ററായോ? നോക്കാം. പക്ഷേ ഈ പറയുന്ന ഒരു ലോണുകളും ക്രെഡിറ്റ് ഫെസിലിറ്റീസുകളും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷനെ എന്ത് ചെയ്യില്ല, സോൾവ് ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് പലതരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ എടുത്തു തുടങ്ങി. ഇതിൽ നിന്ന് എങ്ങനെയും നമുക്ക് ഓവർകം ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് ആക്റ്റാണ് എന്ത്? ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഏത് വർഷമാണ്? 1879. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ് ഞാനതാ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ വർഷവും വെരി ഇമ്പോർട്ടൻറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് എന്താണ്? ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1800. ഡെക്കാൻ റയോട്ട്സിൻ്റെ ഫലമായിട്ട് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് കൊണ്ടുവരുന്നത്. ഏത് വർഷമാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്? 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് കൊണ്ടുവരുന്നത്. ദെൻ അടുത്ത ഏത് ആക്ട് കൊണ്ടുവന്നു? അപ്പം എന്തുകൊണ്ടാണ് പല പല ആക്റ്റുകൾ അടുത്ത് ഫോം ചെയ്തത്? എന്തുകൊണ്ടാണ്? ഓരോന്നും നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് മാറുന്നില്ല. എന്താണ്? അവിടെ പ്രശ്നങ്ങൾ വീണ്ടും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അടുത്ത ആക്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1883. ഏത് വർഷം? അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ടിൻ്റെ വർഷം പറഞ്ഞേ 1883. എന്നാൽ ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് ഏത് വർഷം? 1879. അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 83-ലും അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 84-ലും. എങ്ങനെയാണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 83-ലും അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 84-ലും കൊണ്ടുവരുന്നു. ഈ ആക്റ്റുകളുടെ എല്ലാം മെയിൻ പർപ്പസ് എങ്ങനെയാണ്? ഇപ്പോൾ എന്താണ്? ഫാമേഴ്സിനെ, അഗ്രികൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസുകൾ കൊടുത്ത് അവരെ എന്ത് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ചെയ്യുക, തിരിച്ച് എക്കണോമി ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളൊരു വിഷനോട് കൂടിയാണ് ഈ പറഞ്ഞ ആക്റ്റുകളെല്ലാം തന്നെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ എന്താണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലോൺ ആക്ട്, ഇത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് തക്കാവി ലോസ്. കേട്ടോ? എന്താണ് തക്കാവി ലോസ്? ഒന്ന് പറഞ്ഞേ, എന്താണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1883, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. രണ്ടും കൂടി ചേർന്ന് എന്ത് വരുന്നു? തക്കാവി ലോസ് വരുന്നു. These of this act were to provide credit directly to the farmers by government. ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ആക്റ്റുകളെല്ലാം, എന്തിനാണ്? ദേ വോണ്ട് ടു പ്രൊട്ടക്ട് ദ ഫാമേഴ്സ് അല്ലേ? അതിനുവേണ്ടി അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വക ആക്റ്റുകളെല്ലാം തന്നെ കൊണ്ടുവന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിലൊന്നും എന്ത് ചെയ്തില്ല, ഇതൊന്നും നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അവിടെ എന്ത് ചെയ്തു? ഗവൺമെൻറ് അവിടെയും പരാജയപ്പെട്ടു. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അടുത്ത രീതിയിൽ ചിന്തിക്കുന്നു, എങ്ങനെ ഇനി ഫാമേഴ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മദ്രാസ് ഗവൺമെൻറ്. ഓക്കെ, മദ്രാസ് ഗവൺമെൻറ് സർ ഫെഡറിക് നിക്കോൾസനെ എങ്ങോട്ട് അയക്കുന്നു?
യൂറോപ്പിലോട്ട് അയക്കുന്നു. ഫ്രെഡറിക് നിക്കോൾസനെ യൂറോപ്പിലോട്ട് അയക്കുന്നു. കാരണം നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയാണ് തുടക്കം, എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് അല്ലേ. ഇംഗ്ലണ്ട്, ജർമ്മനിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എന്ത് ചെയ്തത്, സൊസൈറ്റികൾ ഫോം ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ യൂറോപ്പിൽ പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് അവിടെ സൊസൈറ്റികൾ ഫോം ചെയ്തത് എന്നുള്ളതെല്ലാം പഠിച്ചിട്ട് വരാൻ എന്ത് ചെയ്യുന്നു, മദ്രാസ് ഗവൺമെൻറ് ആരെ അയക്കുന്നു? സർ ഫ്രെഡറിക് നിക്കോൾസിനെ അയക്കുന്നു. ഓക്കെ, അപ്പം നമുക്കതിലോട്ട് നോക്കാം. മദ്രാസ് ഗവൺമെൻറ് സെൻഡ് സർ ഫ്രെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ് ഫോർ സ്റ്റഡിയിങ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ദെയർ അല്ലേ. അപ്പോൾ ഇനി നോക്കുവാണ്, ഇനി നമുക്ക് ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്താണ്, അവിടെ എല്ലാം ജർമ്മനിയിലും റോക്ക്ഡെയിൽ പയനിയേഴ്സും എല്ലാം എന്താണ് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു, സൊസൈറ്റികൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത്, എന്തുകൊണ്ട് നമുക്കത് ഇന്ത്യയിലേക്കും കൊണ്ടുവന്നുകൂടാ എന്നൊരു കോൺസെപ്റ്റോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മദ്രാസ് ഗവൺമെൻറ് നിക്കോൾസനെ യൂറോപ്പിലോട്ട് അയക്കുന്നത്. നോക്കാം, നിക്കോൾസൺ വാസ് ആൻ ICS ഓഫീസർ കേട്ടോ. ഇതൊന്ന് ഓർത്തോണേ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിൽ 2 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഏത് ഗവൺമെൻറ്റാണ് ഫ്രെഡറിക് നിക്കോൾസനെ യൂറോപ്പിലോട്ട് അയച്ചത്? ഏത് ഗവൺമെൻറ്റാണ്? മദ്രാസ് ഗവൺമെൻറ്റാണ്. നിക്കോൾസൺ ഏത് പൊസിഷനിലുള്ള ആളായിരുന്നു? ICS ഓഫീസർ അല്ലേ. ഹി വാസ് ആൻ ICS ഓഫീസർ കേട്ടോ. ICS ഓഫീസർ ആയിരുന്നു. ഇനി the Madras government deputed Frederick Nicholson to study about the cooperative movement Europe in 1982. അപ്പോൾ നിങ്ങൾ ഓർത്തേ, മദ്രാസ് ഗവൺമെൻറ് ആണ്, ഫ്രെഡറിക് നിക്കോൾസൺ ICS ഓഫീസർ യൂറോപ്പിലോട്ട് അയച്ചു. ഏത് വർഷം? 1892 കേട്ടോ. ഇത്രയും ഓക്കെ അല്ലേ? നോക്കാം. He submitted his report in 1897 after studying the Raiffeisen type cooperative movements in Germany. അദ്ദേഹം പോയി 1892 യൂറോപ്പിൽ പോകുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, റോബർട്ട് ഓവൻ്റെയോ റോക്ക്ഡെയിലിൻ്റെതോ അല്ല എന്ത് ചെയ്തത്, നിക്കോൾസൺ ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ നിക്കോൾസൺ എന്ത് ചെയ്ത് ഇന്ത്യക്ക് ആപ്റ്റായിട്ടുള്ളത് റൈഫീസൺ ടൈപ്പ് സൊസൈറ്റി എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. കാരണം നമ്മുടെ റോബർട്ട് ഓവൻ എന്ത് ടൈപ്പ് സൊസൈറ്റിയാണ് തുടക്കം കുറിച്ചത്? കൺസ്യൂമർ സൊസൈറ്റീസ് ആണ് കേട്ടോ. ഇപ്പോൾ റോക്ക്ഡെയിൽ ആണെങ്കിലും ശരി, റോബർട്ട് ഓവൻ ആണെങ്കിലും ശരി, അവിടെ ഇംഗ്ലണ്ടിൽ തുടക്കം കുറിച്ചത് എന്ത് ടൈപ്പാണെടാ? കൺസ്യൂമർ സൊസൈറ്റീസ് ആണ് കേട്ടോ. ക്രെഡിറ്റ് സൊസൈറ്റീസ് ജർമ്മനിയിൽ റൈഫീസൺ ആണ് റൂറൽ ഏരിയാസിൽ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് സക്സസ് ആക്കിയതാരാണ്? റൈഫീസൺ ആണ്. ക്രെഡിറ്റ് സൊസൈറ്റീസുകളുടെ ഉദയം എവിടെയായിരുന്നു? ജർമ്മനിയിലാണ്. അതുപോലെ തന്നെ അത് റൈഫീസൻ്റെ കീഴിലായിരുന്നു. സോ നിക്കോൾസൺ ചിന്തിച്ചത് ഇന്ത്യക്ക് ആവശ്യം കൺസ്യൂമർ സൊസൈറ്റികളല്ല, എന്താണ്, ക്രെഡിറ്റ് സൊസൈറ്റീസുകളാണ്. കാരണം ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് അവിടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസുകളാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളുണ്ടായിട്ടും തുടക്കം കുറിച്ച് റോബർട്ട് ഓവനും റോക്ക്ഡെയിലും ഒക്കെ ഉണ്ടായിട്ടും എന്താണ്, ജർമ്മനിയിലെ റൈഫീസൺ ടൈപ്പ് സൊസൈറ്റികൾ ഫോളോ ചെയ്യാൻ കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടത് ക്രെഡിറ്റ് സൊസൈറ്റീസുകളായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്, ഇന്ത്യയിൽ എന്ത് തുടങ്ങണം? റൈഫീസൺ ടൈപ്പ് സൊസൈറ്റികൾ, അതായത് ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, റൈഫീസൺ മോഡൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. അതുവഴി നമുക്ക് അവിടെ ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം 2 വർഷങ്ങളിലായിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു കേട്ടോ. ഏതൊക്കെയാണ്? 1895, 1897. Then he prepared a consolidated report. ഏത് വർഷം? 1899. അപ്പോൾ നിങ്ങൾ എത്ര വർഷം ഇവിടെ കണ്ടു? 1892 എന്താണ്, സർ ഫ്രെഡറിക് നിക്കോൾസനെ മദ്രാസ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? യൂറോപ്പിലോട്ട് അയക്കുന്നു. 1892. ദെൻ 1895 ഫസ്റ്റ് റിപ്പോർട്ട് വരുന്നു. 1897 സെക്കൻഡ് റിപ്പോർട്ട് വരുന്നു അല്ലേ. 2 വർഷങ്ങളായിട്ടാണ്. ദെൻ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് എപ്പോഴാണ്? 1899 കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് വരുന്നത്. എന്നാണ്? 1899. നിങ്ങൾ 4 വർഷവും ബൈഹാർട്ട് ചെയ്തല്ലോ. ഈ 1899 പ്രിപ്പയർ ചെയ്ത കൺസോളിഡേറ്റഡ് റിപ്പോർട്ടിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് അദ്ദേഹം കോട്ട് ചെയ്തത്?
ഫൈൻ റൈഫീസൺ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണത് റൈഫീസൺ ടൈപ്പ് സൊസൈറ്റി എന്ന് സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായിരുന്നു ഇന്ത്യക്ക് അവിടെ ആവശ്യം. അപ്പോൾ സോ എന്താണ് കൺക്ലൂഡ് ചെയ്തത്? ഫൈൻഡ് റൈഫീസൺ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും പഠിച്ചു, ഏത് ഗവൺമെൻറ് ആണെന്ന് പഠിച്ചു, നിക്കോൾസൺ ഏത് പൊസിഷനിലുള്ള ആളാണെന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ്, Government of India appointed a committee in 1901 under the chairmanship of Edward Law. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൊസൈറ്റികൾ തന്നെ ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് 1901 കേട്ടോ, 1901 എന്ത് ചെയ്യുന്നു? ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു കേട്ടോ, ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഫെമിൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. അവൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? എഡ്വേർഡ് ലോ കമ്മീഷൻ എന്ന് നമ്മൾ പറയും. എന്താണ്? എഡ്വേർഡ് ലോയുടെ ചെയർമാൻഷിപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. ഏത് വർഷം? 1901 കേട്ടോ. 1901 നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു? എഡ്വേർഡ് ലോയുടെ ചെയർമാൻഷിപ്പോട് കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഫെമിൻ കമ്മീഷൻ റിപ്പോർട്ട് കെയിം ഔട്ട് ഇൻ 1901. നമുക്ക് ആ കമ്മീഷൻ എന്താണ്? ഫെമിൻ കമ്മീഷൻ, which also recommended the setting up of mutual credit associations or cooperative credit societies to tackle the issues of agriculture. എന്തിനാണ്? ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോം ചെയ്യാൻ. ഇന്ത്യയിൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ എഡ്വേർഡ് ലോ കമ്മീഷനിൽ ചെയർമാൻ എന്ന് പറയുന്നത് എഡ്വേർഡ് ലോ ആണെങ്കിലും മറ്റാരൊക്കെയുണ്ട്? ഫെഡറൽ നിക്കോൾസൺ ഉണ്ട്, ഡൂപ്പർനിക്സ് ഉണ്ട് കേട്ടോ. ഫെഡറൽ നിക്കോൾസണും ഡൂപ്പർനിക്സും ഒക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എഡ്വേർഡ് ലോ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത് കേട്ടോ. A bill was presented in Parliament in 1903 and the first Cooperative Credit Societies Act was passed in 1904. അപ്പോൾ എന്താണ്? സിമ്പിൾ അല്ലേ? 1901 ഫെമിൻ കമ്മീഷൻ വരുന്നു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എഡ്വേർഡ് ലോ. 1903 നമ്മളത് എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റിൽ നമ്മൾ ബില്ല് പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ 1904 നമുക്ക് വരുന്നു ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 1904. ഓക്കെ, ഇങ്ങനെയാണ് എന്താണ് ഇന്ത്യയിൽ അല്ലേ? ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടക്കം കുറിച്ചത് ഈ ഒരു ഫോമിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺസുകളുടെ കോൺട്രിബ്യൂഷനോട് കൂടിയും ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് സൊസൈറ്റീസ് ആക്ട് അല്ല അല്ലേ? നമ്മുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് 04 ആണ്. എന്താണ് ആ 1904 എന്ന് പറയുന്നത്? എന്താണ്? ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ ക്രെഡിറ്റ് സൊസൈറ്റീസുകളാണ്. അപ്പോൾ നമുക്ക് 04 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. സർ, എഡ്വേർഡ് ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടി ഒന്ന് പറയുവാണ്. സർ, എഡ്വേർഡ് ലോ, ഡൂപ്പർനിക്സ് ആൻഡ് ഫെഡറൽ നിക്കോൾസൺ വെയർ മെമ്പേഴ്സ് ഓഫ് സർ എഡ്വേർഡ് ലോ കമ്മീഷൻ വിച്ച് ഡ്രാഫ്റ്റഡ് ദ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ 1904 പാസ്സാവുന്നു. സോ ആ ഒരു ഡ്രാഫ്റ്റ് എന്താണ്? 1904 ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആരൊക്കെ ചേർന്നതാണ്? എഡ്വേർഡ് ലോ ചെയർമാൻഷിപ്പോട് കൂടി ആരൊക്കെയാണ്? എഡ്വേർഡ് ലോ, ഡൂപ്പർനിക്സ് ആൻഡ് ഫെഡറിക് നിക്കോൾസൺ. ഈ 3 പേഴ്സൺസിനെ ഓർക്കണേ. Then create cooperators before creating cooperatives. Cooperators എന്താണ്? ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഇത് ആരുടെ വാക്കുകളാണ് എന്ന് ചോദിക്കും കേട്ടോ. ഇത് ആരുടെ വാക്കുകളാണെന്നുള്ളത് ഇത് വരാം. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ. Then Henry Wolff gives advice to Edward Law Committee. അപ്പോൾ ഈ എഡ്വേർഡ് ലോ കമ്മിറ്റിക്ക് അഡ്വൈസ് നൽകിയ ഒരു പേഴ്സൺ ആണ് ആര്? ഹെൻറി വൂൾഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പേരും കൂടെ നമ്മുടെ ഈ 3 പേരിനുള്ളിൽ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഹെൻറി വൂൾഫ് ആരാണ്? ഹി ഗീവ്സ് അഡ്വൈസസ് ടു എഡ്വേർഡ് ലോ കമ്മിറ്റി. ദെൻ കോപ്പറേഷൻ ഇൻ ഇന്ത്യ. ഇതും ഒന്ന് ഓർക്കണേ. ഹെൻറി വൂൾഫ് എന്താണ്? ഹെൻറി വൂൾഫിനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്.
എന്താണ് എഡ്വേർഡ് ലോ കമ്മിറ്റിക്ക് അഡ്വൈസ് കൊടുത്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ കോപ്പറേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ആരുടേതാണ്, ഹെൻറി വൂൾഫിൻ്റെ ഒരു ബുക്കാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ. അതുപോലെ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 അത് ഫ്രെയിം ചെയ്തതും ആരാണ്, ആരുടെ ഇതിലാണ്, ഹെൻറി വൂൾഫിൻ്റെ കീഴിലാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹെൻറി വൂൾഫ് എന്ന് പറയുന്ന ഒരു പേഴ്സണെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് ഓർത്തിരിക്കണം. അതുപോലെ നമുക്ക് ചോദിക്കാൻ മറ്റൊരു ചോദ്യമുണ്ട്, ഫെഡറൽ നിക്കോളസിനെ മദ്രാസ് ഗവൺമെൻറ് ആണ് അയച്ചത്, പക്ഷേ പേഴ്സൺ ആരാണ് അയച്ചതെന്നൊരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ പേര് പറഞ്ഞാൽ വെറ്റ്ലോക്ക് ആണ് കേട്ടോ. വെറ്റ്ലോക്ക് എന്ന് പറയുന്ന ആളാണ് എന്താണ് ലോക്ക് ചെയ്ത് ഫെഡറൽ നിക്കോൾസിനെ എന്ത് ചെയ്തു, യൂറോപ്പിലോട്ട് അയച്ചു എന്നൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹെൻറി വൂൾഫ് മനസ്സിലായല്ലോ. ഹെൻറി വൂൾഫിൻ്റെ ബന്ധപ്പെട്ട 3 പോയിന്റുകൾ ഓർത്തിരിക്കണേ. അപ്പോൾ നമുക്ക് തുടക്കം എന്താണ്, 1904 അല്ലേ, ഫസ്റ്റ് നമ്മുടെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ നോട്ട് 4 പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മൊത്തത്തിലൊരു എന്താണ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ, അതിനെ നമുക്ക് മൊത്തത്തിലൊരു 5 സ്റ്റേജസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു പോയാണ് ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എത്തിയത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു 5 സ്റ്റേജസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇതിൻ്റെ ഓരോ സ്റ്റേജസും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ 1930 to 38 ഏതാണ്, അറീഡ് എക്സ്പാൻഷൻ ആണോ, കൺസോളിഡേഷൻ റീഓർഗനൈസേഷൻ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് കോപ്പറേറ്റീവ് ബേസ് ചെയ്തിട്ടുള്ള CSEB പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 5 സ്റ്റേജ് വിത്ത് ഇയർ കേട്ടോ, വിത്ത് ഇയർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. The 5 stages of cooperative development in India. The 5 stages of, അപ്പം അങ്ങനെ ഒരു ചോദ്യം വരാം, നമ്മുടെ ഇന്ത്യയുടെ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് എത്ര സ്റ്റേജസ് ഉണ്ട്, അതും ഒരു ചോദ്യമാണ്. 5 സ്റ്റേജസ് ആണുള്ളത്. നോക്കാം. പ്രോബ്ലംസ് ഓഫ് ദ ഓപ്പണിംഗ്, ഇൻഫൻസി. ഇപ്പോൾ നമ്മൾ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, കാരണം ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയത് എപ്പോഴാണ്, നോട്ട് 4 തൊട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം എന്ന് പറയുന്നത് ഏത് വർഷം തൊട്ടാണെന്നുള്ളത് നമുക്കിവിടെ ഡൗട്ട് വരേണ്ട ആവശ്യമേ ഇല്ല. സോ ദ പ്രോബ്ലം ഓഫ് ഓപ്പണിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇൻഫൻസി, തുടക്കം അല്ലേ, ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയുന്നത് 1904 മുതൽ 1911 വരെയാണ്. 1904 മുതൽ 1911 വരെയാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് പഠിക്കുമ്പോൾ എന്താണ് കുറച്ച് ബൈഹാർട്ട് ചെയ്യാൻ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ ഇതിന് ശേഷം നമ്മളിതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വർഷങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആക്ട് എന്ന് പറയുന്നത് 1904 അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1912 ആക്ട്. ദെൻ 19 നമ്മൾ പഠിക്കണം. ദെൻ ഈ ഒരു ബാക്കി 2 സ്റ്റേജുകളും നമുക്ക് എന്ത് ചെയ്യണം, അതിലും എന്താണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, കൺഫ്യൂഷൻ അടിപ്പിക്കുന്നില്ല. നമുക്ക് നോക്കാം. ആദ്യം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാ പേരുകളും ഇയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ശരി. സോ ദ പ്രോബ്ലം ഓഫ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഇൻഫൻസി ഇയേഴ്സ് എന്ന് പറയുന്നത് 1904 മുതൽ ആദ്യത്തെ ആക്ട് മുതൽ തൊട്ട് രണ്ടാമത്തെ ആക്ട് വരെയുള്ള പീരീഡാണ് ഇൻഫൻസി എന്ന് പറയുന്നത്. 1904 മുതൽ 1911 വരെ. അടുത്ത് രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്, ഹറീഡ് എക്സ്പാൻഷൻ. വളരെ ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു സ്റ്റേജാണ് എന്ത്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഹറീഡ് എക്സ്പാൻഷൻ. ഏതൊക്കെയാണ്, 1912 മുതൽ 1919 വരെയാണ് എന്ത്, നമ്മൾ ഹറീഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ വർഷമാണ്, 1912 മുതൽ 1919 വരെയാണ് നമ്മൾ ഹറീഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ. എന്താണെടാ പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ എത്രയാണ്, കൃത്യമായി പറഞ്ഞാൽ അടുത്ത 10 വർഷം 1919 മുതൽ 1929 വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് എന്താണ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. 1919 മുതൽ 1929 വരെയാണ്. ഇനി നാലാമത്തത് എങ്ങനെയാണ്, പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ. പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഏതാണ്, 1930 മുതൽ 1938 വരെ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, 1930 മുതൽ 1938 വരെയാണ് പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ. 1930 മുതൽ 1938 വരെ.
അവസാനത്തെ സ്റ്റേജ് നോക്കാം. എന്താണ്? പീരീഡ് ഓഫ് റിക്കവറി. പീരീഡ് ഓഫ് റിക്കവറി. നമ്മൾ തന്നെ നമ്മുടെ രാജ്യം തന്നെ റിക്കവർ ആയത് എപ്പോഴാണ്? 1947 അല്ലേ? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ്. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പഠിക്കാം. 1939 തൊട്ട് മുന്നത്തെ 4th സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ആ വർഷം തുടങ്ങുക. 1939 മുതൽ 1947 വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് റിക്കവറി എന്ന് പറയുന്നത്. കാരണം നമ്മളവിടെ എന്ത് ചെയ്യുന്നു? റിക്കവറി സ്റ്റേജിലായി. പിന്നെ അങ്ങോട്ട് എന്താണ്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ ഗ്രോത്തിലോട്ട് കടക്കുകയാണ് അല്ലേ? ബെറ്റർ ആയിട്ടുള്ളൊരു എക്കോണമി നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് കിട്ടുവാണ്. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു 5 സ്റ്റേജും ഒന്നും കൂടെ ഒന്ന് ഓർത്തേ. തുടക്കം എന്താണ്? ഇൻഫൻസി. ആദ്യത്തെ ആക്ട് മുതൽ രണ്ടാമത്തെ ആക്ട് വരെയുള്ള കാലഘട്ടമാണ്. 1904 മുതൽ 1912 വരെ. ഓക്കെ, അപ്പോൾ 1912 വരെ എന്ന് പറയുന്നത് 11 എന്ന് പറയുന്നത് തെറ്റില്ല. ചില ടെക്സ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം ഈ ഒരു ഇതിൽ കാണാം. കുഴപ്പമില്ല, നമുക്ക് എക്സാമിനത് കൺഫ്യൂഷൻ അടിക്കാതെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഹറീഡ് എക്സ്പാൻഷൻ. 1912 മുതൽ 1919 വരെ. 1912 മുതൽ 1919 വരെയാണ് ഹറീഡ് എക്സ്പാൻഷൻ. പിന്നെയുള്ളത് എന്താണ്? അൺപ്ലാൻഡ് എക്സ്പാൻഷൻ ആണ്. അൺപ്ലാൻഡ് എക്സ്പാൻഷൻ അടുത്ത 10 വർഷം അൺപ്ലാൻഡ് ആണ്. അങ്ങനെ അങ്ങ് ഓർത്തിരിക്കുക. അൺപ്ലാൻഡ് എക്സ്പാൻഷൻ എന്താണ്? 1919 മുതൽ 1929 വരെയാണ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ. ഇനി കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ. പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ എങ്ങനെയാണ്? 1930 മുതൽ 1938 വരെയാണ്. ഇനി അവസാനത്തെ സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജ്, പീരീഡ് ഓഫ് റിക്കവറി. 1939 മുതൽ. റിക്കവറി എപ്പോഴാണ്? 1947. 5 സ്റ്റേജും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നമുക്ക് എന്താണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏത് ഡേറ്റിനാണ് വന്നത്, എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റും ഒത്തിരി തിയറിയാണ്. നമുക്ക് എന്താണ് ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾ വായിച്ചു വെച്ചാലേ സ്റ്റേറ്റ്മെൻറ്റ് ബേസിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ നോട്ട് 4 പഠിക്കും, 12 പഠിക്കും, ദെൻ മൾട്ടിപർപ്പസ് സൊസൈറ്റി, മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റീസ് ആക്ട് ഒക്കെ പഠിക്കും. അപ്പോൾ ഇതെല്ലാം കുറച്ച് തിയറിറ്റിക്കലായിട്ട് നമുക്ക് കുറച്ച് വാസ്റ്റായിട്ട് വായിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൽ നിന്നെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നോക്കാം. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്താണ്? ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ആക്ട് നമ്പർ എത്രയാണ്? ആക്ട് നമ്പർ 10 കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ട് നമ്പർ 10. ഓക്കെ, ആക്ട് നമ്പർ 10 ഓഫ് 1904. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ആ ഒരു ഇതിനുണ്ട്, ആ ഒരു പോയിന്റിലുണ്ട് കേട്ടോ. എന്താണ്? ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 1904 ആണ്. ആക്ട് നമ്പർ എത്രയാണ്? ആക്ട് നമ്പർ 10 ആണ്. ആക്ട് നമ്പർ 10 ആണ്. എന്നാൽ KCS ആക്ട് നമ്പർ എത്രയാണെന്ന് അറിയാവോ? 21 ആണ് കേട്ടോ. 21 ആണ്. ദെൻ എന്നാണ് നോട്ട് 4 പാസ് ചെയ്തത്? ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിക്കാം. ഇനിയും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. കറക്റ്റ് ഡേറ്റ്. നോട്ട് 4 ആക്ട് എന്ത് ചെയ്ത് പാസ് ചെയ്ത് കറക്റ്റ് ഡേറ്റ് എന്താണ്? 25 മാർച്ച് കേട്ടോ. 25 മാർച്ച് 1904 ആണ് എന്ത് ചെയ്യുന്നത്? നോട്ട് 4 ആക്ട് പാസ് ചെയ്യുന്നത് കേട്ടോ. 25 മാർച്ച് 1904. നെക്സ്റ്റ് എന്താണ്? നോട്ട് 4 ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോട്ട് 4 ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 29 സെക്ഷൻസ് ഉണ്ട് കേട്ടോ. നോട്ട് 4 ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 29 സെക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ KCS ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ എത്ര പഠിക്കും? 110 സെക്ഷൻസും 210 റൂൾസും അല്ലേ? നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത് അല്ലേ? പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ 29 സെക്ഷൻ മതിയായിരുന്നു അല്ലേ? പഠിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ എന്താണ് ഇവിടെ നോട്ട് 4 ആക്ടിൽ എത്ര സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ? 29 സെക്ഷനെ നോട്ട് 4 ആക്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ റൂളില്ല
അല്ലേ? ഇവിടെ നമ്മൾ 210 റൂൾസും പഠിക്കണം, സബ് റൂളും എല്ലാം പഠിക്കണം. ഇവിടെ എന്താണ് നോട്ട് ഫോർ ആക്ടിൻ്റെ ബേസിലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും പഠിക്കേണ്ടി വരില്ലായിരുന്നു കേട്ടോ. എന്താണ് നോ റൂൾസ്, വിത്തൗട്ട് ഹാവിങ് എനി റൂൾസ് ഇവിടെ ഇല്ല. ദെൻ 1904 ആക്ട് വാസ് ബേസ്ഡ് ഓൺ, ഏത് ആക്ടിൻ്റെ ബേസിലാണ് 1904 ആക്ട് വന്നത്? അതായത് എന്താ പറയുക, നോട്ട് ഫോർ ആക്ടിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്തത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തത് ഏത് ആക്റ്റാണ് എന്നുള്ള രീതിക്കും പഠിക്കാം. എന്താണ്, ഏത് ആക്ടിൻ്റെ ബേസിലാണ് നോട്ട് ഫോർ ആക്ട് ഫോം ചെയ്തത്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. നമ്മൾ നേരത്തെ ഇത് പഠിച്ചല്ലേ? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഫ്രെയിം ചെയ്ത ആരാണ്? അതിനെ ഫ്രെയിം ചെയ്യാൻ കൂടെ നിന്ന് ആരാണ്? ഹെൻറി വൂൾഫ് അല്ലേ? നമ്മൾ ഹെൻറി വൂൾഫിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പഠിച്ചു. കോർപ്പറേഷൻ ഇൻ ഇന്ത്യ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, ഹെൻറി വൂൾഫ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, നോട്ട് ഫോർ ആക്ട് വാസ് ബേസ്ഡ് ഓൺ ഏത് ആക്ടിൻ്റെ ബേസിലാണ് നോട്ട് ഫോർ ആക്ട് വന്നതെന്ന് ചോദിച്ചാൽ ഏത് ആക്ടിൻ്റെ ബേസിലാണ്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. വർഷം 1896. ദെൻ in 1901 ലോർഡ് കൾസൺ വൈസ്രോയി ഓഫ് ഇന്ത്യ. ആ ടൈമിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? നോട്ട് ഫോർ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ടൈമിൽ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കൾസൺ. ആരാണ്? ലോർഡ് കൾസൺ. ലോർഡ് കൾസൺ. അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കാം. നോട്ട് ഫോർ ആക്ട് കമ്പൈൽഡ് ബൈ ഡെവിസിൽ ഇബിറ്റ്സൺ. നോട്ട് ഫോർ ആക്ട് കമ്പൈൽ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഡെവിസിൽ ഇബിറ്റ്സൺ. ഇപ്പോൾ തന്നെ എത്ര ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഏത് ആക്റ്റാണ്? ആക്ട് നമ്പർ 10 ആണ്. എന്താണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ്. ഏത് വർഷം ഏത് ദിവസമാണ് വന്നത്? 25 മാർച്ച് 1904 വന്നത്. ഏത് ആക്റ്റാണ് അതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്തത്? അല്ലെങ്കിൽ ഏത് ആക്ടിൻ്റെ ബേസിലാണ് നോട്ട് ഫോർ ആക്ട് വന്നത്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് എന്താണ് 1896 ബേസിലാണ് വന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എത്ര സെക്ഷനുണ്ട്? 29 സെക്ഷനാണ് നോട്ട് ഫോർ ആക്ടിലുള്ളത്. 29 സെക്ഷൻ. റൂളുകളുണ്ടോ? വിത്തൗട്ട് ഹാവിങ് എനി റൂൾസ് അല്ലേ? പിന്നെ നമ്മളിപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത്? ലോർഡ് കൾസൺ നോട്ട് ഫോർ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ എന്താണ് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കൾസൺ ആയിരുന്നു. അതുപോലെ തന്നെ നോട്ട് ഫോർ ആക്ട് കമ്പൈൽ ചെയ്തത് ആരാണ്? ഈ ആക്ട് കമ്പൈൽഡ് ബൈ എന്ന് തന്നെ ചോദിക്കും. കമ്പൈൽഡ് ബൈ ചോദിച്ചാൽ എന്താണ്? ഡെവിസിൽ ഇബിറ്റ്സൺ. എന്താണ്? ഡെവിസിൽ ഇബിറ്റ്സൺ. ഓക്കെ. ദെൻ നോട്ട് ഫോർ ആക്ടിനെ പറ്റി പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണിത്. എന്താണ് കോട്ട്? ഇറ്റ് വാസ് എ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി. അബ്സല്യൂട്ട്ലി റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നമ്മുടെ ആ ഒരു പോവർട്ടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണല്ലോ നമ്മൾ ഈ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ ഇറ്റ് വാസ് എ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി. രണ്ട് രീതിയിൽ ചോദിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ്, ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? അല്ലെങ്കിൽ ഏത് ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്? നോട്ട് ഫോർ ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഇനി ഇത് ആരാണ് പറഞ്ഞത്? ഡാനിയൽ ഹാമിൽട്ടൺ. ആരാണ് പറഞ്ഞത്? ഡാനിയൽ ഹാമിൽട്ടൺ. സോ ഇറ്റ് വാസ് എ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി. ഡാനിയൽ ഹാമിൽട്ടൺ. എന്നാൽ 1904 ആക്ട് കമ്പൈൽ ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡെവിസിൽ ഇബിറ്റ്സൺ അല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോട്ട് ഫോർ ആക്ടിൽ. അടുത്തതിലേക്ക് പോവാം. ഇനി കാര്യമായിട്ട് എന്താണ് നോട്ട് ഫോർ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നോട്ട് ഫോർ ആക്ടിൽ 1969 ആക്ട് നമ്മൾ എന്തോരം പോയിൻറ്റ്സുകളും കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കാനുണ്ട്. അപ്പോൾ നോട്ട് ഫോർ ആക്ടിൽ എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് നോക്കാം. Any 10 person living in the same locality could form cooperative society for the encouragement of thrift and self-help among them. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ 1904 ആക്ടിൻ്റെ ബേസിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ എത്ര മെമ്പേഴ്സ് വേണോടാ? 10 പേര് വേണം. എന്നാൽ ഇന്നോ 69ൻ്റെ ബേസിലാണെങ്കിലോ 25 പേര് വേണം. ഏതാണ്? 1969 KCS ആക്ട് 1969 ബേസിലാണെങ്കിൽ 25 persons ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി ആയിരിക്കണം അല്ലെ? 25 പേര്. ഇറ്റ് ഷുഡ് ഫ്രം
എന്താണ് ഷുഡ് ബി ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി ആയിരിക്കണം 69ൻ്റെ ബേസിൽ. എന്നാൽ ഞാനിത് കമ്പയർ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് രണ്ട് കാര്യങ്ങളും അത് വ്യത്യാസം കൂടാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നോട്ട് ഫോർ ആക്റ്റിൽ എത്രയാണ്? 10 പേര് മതി കേട്ടോ, 10 പേര് മതി. പക്ഷേ എന്താണ് ആ 10 പേരും ആ സെയിം ലൊക്കാലിറ്റിയിലുള്ളവർ തന്നെ ആയിരിക്കണം, സെയിം ലൊക്കാലിറ്റിയിലുള്ള തന്നെ ആയിരിക്കണം. എന്താണ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് എന്ന പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടി 10 പേര് ചേർന്നാൽ നമുക്ക് എന്താണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യാം. എന്ത് സൊസൈറ്റി? ക്രെഡിറ്റ് സൊസൈറ്റി ഫോം ചെയ്യാം. അതവിടെ എടുത്ത് പറയണം കേട്ടോ. നോട്ട് ഫോർ ആക്ട് എന്താണ്? വേറെ ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിക്കും അവിടെ എന്ത് നൽകുന്നില്ല? ഒരു ലീഗൽ പ്രൊട്ടക്ഷനോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനോ നൽകുന്നില്ല. നമുക്ക് ആ ഒരു സൊസൈറ്റി നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളും മറ്റ് സെൻട്രൽ സൊസൈറ്റികളും ഒന്നും തന്നെ നോട്ട് ഫോർ ആക്ടിൻ്റെ കീഴിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ആക്ട് പ്രൊവൈഡഡ് ഓൺലി ദ ഫോർമേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇത് തന്നെയാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞു തീർത്തത്. എന്താണ്? ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ മാത്രം, നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളില്ല, അവിടെ സെൻട്രൽ സൊസൈറ്റീസുകളില്ല, ഒന്നും തന്നെയില്ല. ക്രെഡിറ്റ് സൊസൈറ്റി, ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ്. Societies were classified as rural and urban. Okay, societies were classified as rural and urban. The rural societies with unlimited liability. Rural society എങ്ങനെയാണ്? Unlimited liability ആണ്. അർബൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇത് ലിമിറ്റഡും ആവാം അൺലിമിറ്റഡും ആവാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റി വാസ് ലെഫ്റ്റ് ടു ദെയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ് അവരുടെ ഓപ്ഷനാണ്. അതൊക്കെ അവർക്ക് ലിമിറ്റഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം, അൺലിമിറ്റഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ റൂറൽ എങ്ങനെയാണ്? അൺലിമിറ്റഡ് സൊസൈറ്റിയാണ്. അപ്പോൾ അതായത് ശരിക്കും നമ്മുടെ റൈഫീസൺ ടൈപ്പ് മോഡലാണല്ലോ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. റൈഫീസൺ ടൈപ്പ് സൊസൈറ്റികൾ, റൂറൽ സൊസൈറ്റീസുകൾ, അവിടെയും ലയബിലിറ്റി എങ്ങനെയായിരുന്നു? അൺലിമിറ്റഡ് ആയിരുന്നു. ഷൂൾസ് അർബനിൽ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ലിമിറ്റഡും ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും? ഇവിടെയും വരുമല്ലോ. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലേ? നമുക്ക് എന്താണ് ലിമിറ്റഡ് ഏരിയ അല്ലേ? നമുക്കൊരു ലൊക്കാലിറ്റി ഉണ്ട്, ഇത്ര ഇതുണ്ട്, അതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഒരു ഓപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ലോൺസ് വെയർ ഗീവ് ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ സെക്യൂരിറ്റി. ലോൺസ് ഒക്കെ എന്താണ്? പേഴ്സണൽ സെക്യൂരിറ്റിയുടെ ബേസിലേ കൊടുക്കത്തുള്ളൂ. അല്ലോ മെമ്പറാണ് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളാണ്, വിത്തൗട്ട് എനി സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മുടെ ലോൺ എടുക്കുന്ന ഒരു ഫോർമാലിറ്റി തന്നെയാണ് അവിടെയും വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഇമ്മൂവബിളോ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളവിടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പേഴ്സണൽ സെക്യൂരിറ്റി വെക്കണം. ദെൻ വൈഡ് പവേഴ്സ് വെയർ ഗിവൺ ടു രജിസ്ട്രാർ. നോട്ട് ഫോർ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇവിടെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഓൾ പവേഴ്സ് വെസ്റ്റഡ് വിത്ത് ഹൂം? രജിസ്ട്രാർ ആണ് കേട്ടോ. അവിടെ രജിസ്ട്രാറിൻ്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഇൻക്ലൂഡിങ് ഓഡിറ്റ്, എൻക്വയറി എല്ലാം എന്ത് തന്നെയാണ്? രജിസ്ട്രാറിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അവിടെ രജിസ്ട്രാർ മറ്റൊരു പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുകയോ സൊസൈറ്റി മറ്റൊരു പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓൾ വെസ്റ്റഡ് ഇൻ രജിസ്ട്രാർ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വൈഡ് പവേഴ്സ് വെയർ ഗിവൺ ടു രജിസ്ട്രാർ. ഇങ്ങനൊരു ചോദ്യം വരും. വൈഡ് പവേഴ്സ് രജിസ്റ്ററിനാണ് വൈഡ് പവേഴ്സ് നൽകിയത് ഏത് ആക്റ്റാണ്? 12 ആണോ, നോട്ട് 4 ആണോ, 69 ആണോ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ നമ്മൾ ആക്റ്റുകൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പവേഴ്സ് രജിസ്റ്ററിനുള്ളത് ഏതാണ്? നോട്ട് 4 ആക്റ്റിലാണ്. പിന്നെ വരുമ്പോഴത്തേക്ക് രജിസ്റ്റർ എന്ത് ചെയ്യുന്നു? തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങുന്നു അല്ലേ? തുടക്കമാണ്. അപ്പോൾ തുടക്കത്തിൽ മാത്രമാണ് അതെല്ലാം അദ്ദേഹം തന്നെത്താൻ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. പിന്നെ അത് ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങി. സോ വൈഡ് പവേഴ്സ് രജിസ്റ്ററിനുള്ളത് എവിടെയാണ്? നോട്ട് ഫോർ ആക്റ്റിലാണ്. ഓക്കെ. The chief object of a society would be to raise funds by deposits from members as well as loans from the non-members, government and other cooperative societies, and to distribute these funds loan to members or with the permission of the register to the other cooperative ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇനി ഇവിടെ പറയുന്നത് ഫണ്ടാണ്. എങ്ങനെയാണ്? സൊസൈറ്റി വളരണമെങ്കിൽ ഫണ്ട് വേണ്ടേ? അപ്പോൾ ഇവിടെ ഒരു നോട്ട് ഫോർ ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെമ്പേഴ്സിൽ നിന്നോ നോൺ മെമ്പേഴ്സിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് അതർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. മറ്റ് ഉള്ളവരിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബോറോ ചെയ്യാം. പക്ഷേ ഒരു സൊസൈറ്റി നോട്ട് ഫോർ ആക്ടിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിക്ക് നോൺ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ലോൺ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ പെർമിഷനോടുകൂടി അതർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ലോൺ കൊടുക്കാം. അല്ലാതെ നോൺ മെമ്പേഴ്സിന് എന്ത് ചെയ്യരുത്?
അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബോറോ ചെയ്യാം, പക്ഷെ അവർക്ക് ലെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ലോണ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ നോട്ട് ഫോർ ആക്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അതായത് അപ്പോൾ നമുക്കിവിടെ എന്താണ് ഫണ്ട് റൈസ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് മെമ്പേഴ്സിൽ നിന്നോ നോൺ മെമ്പേഴ്സിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ അതർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം. എന്നാൽ നമ്മൾ ലെൻഡ് ചെയ്യുന്നത് മെമ്പേഴ്സിനും അതുപോലെ തന്നെ അതർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനും രജിസ്റ്ററിൻ്റെ പെർമിഷനോട് കൂടി ലെൻഡ് ചെയ്യാവുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. The cooperative credit societies in each province were to be under the control and administration of the register. ഓരോ പ്രൊവിൻസിലും അപ്പോൾ നമുക്കവിടെ തുടക്കം എങ്ങനെയാണ്, പ്രൊവിൻസ് ബേസിലാണ്. അത്രത്തോളം ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടൊന്നും നമുക്കവിടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നോൺ ഫോർ ആക്റ്റിൽ. അപ്പോൾ ഈ ഓരോ പ്രൊവിൻസിലും എന്താണ് മദ്രാസ് പ്രൊവിൻസ് അങ്ങനെ പറയത്തില്ലേ, അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ പ്രൊവിൻസും എന്താണ് ആരുടെ കൺട്രോളിൽ തന്നെയാണ്, രജിസ്റ്ററിൻ്റെ കൺട്രോൾ. ഞാൻ പറഞ്ഞില്ല ഇതാണ് നോട്ട് ഫോർ ആക്റ്റിൽ വേറെ ആരും ഇല്ല, അവിടെ എല്ലാത്തിനും ആരേ ഉള്ളൂ, രജിസ്റ്ററേ ഉള്ളൂ എന്നുള്ളതങ്ങ് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും നോട്ട് ഫോർ ആക്റ്റ് പഠിക്കാം. The accounts of the societies were to be audited by the Register of the Cooperative Societies. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ എൻക്വയറിയും എന്താണ് ഇൻസ്പെക്ഷനും ഓഡിറ്റിങ്ങും ഒക്കെ ആർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, രജിസ്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിനു വേണ്ടി മറ്റൊരു ആളെയോ എന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റിയോ രജിസ്റ്ററോ എന്ത് ചെയ്യുന്നില്ല, അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. 4/5 of the members of rural societies were to be agriculturist and urban societies non-agriculturist. അതായത് നമ്മളെപ്പോഴും കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതായത് റൂറൽ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ 4/5 ആരായിരിക്കണം, അഗ്രികൾച്ചറിസ്റ്റ് തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ അവരുടെ അപ്ലിഫ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ റൂറലിൻ്റെ കേസിൽ വരുമ്പോൾ 4/5 അഗ്രികൾച്ചറിസ്റ്റ് തന്നെ ആയിരിക്കണം. എന്നാൽ അർബൻ്റെ കേസിലോട്ട് പോകുമ്പോൾ അത് ആരായിട്ട് മാറും, നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ട് മാറും അല്ലേ. സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള എന്താണ് വർക്കേഴ്സും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പോൾ 4/5 അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം റൂറൽ ഏരിയാസിൽ. എന്നാൽ അർബൻ ഏരിയാസ് വരുമ്പോൾ അത് നോൺ അഗ്രികൾച്ചർ. നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അടുത്ത എന്താണ്, ദ റൂറൽ സൊസൈറ്റീസ് വേർ ടു ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ റൂറൽ സൊസൈറ്റീസ് വേർ ടു ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി. അത് ശരിക്കും എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പക്ഷെ നമുക്ക് എന്തായിട്ട് മാറ്റണം, ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് മാറ്റേണ്ടതായിട്ട് ഉണ്ട്. ദ ലയബിലിറ്റി ഓഫ് അർബൻ സൊസൈറ്റീസ് കുഡ് ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്നും കൂടി അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, സ്പെസിഫൈ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. In the case of rural societies, dividends were not to be paid the members. എന്താണ് ഇവിടെ നമുക്കിപ്പോൾ എന്താണ് സൊസൈറ്റീസുകളിൽ ഡിവിഡൻഡ് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ KCS ആക്ട് പ്രകാരം 25% എക്സീഡ് ചെയ്ത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. ഇവിടെ നോട്ട് ഫോർ ആക്ടിൻ്റെ ബേസിൽ ഡിവിഡൻഡേ ഇല്ല. എന്താണ് അവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല കേട്ടോ. ഇൻ ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റീസ് ഡിവിഡൻഡ് വെയർ നോട്ട് ടു ബി പെയ്ഡ് ടു ദ മെമ്പേഴ്സ്. ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നില്ല, മെമ്പേഴ്സിനെ പെയ്ഡ് ചെയ്യുന്നില്ല. കാരണം വേറൊന്നുമല്ല, നോട്ട് ഫോർ ആക്റ്റിൽ നമുക്കിപ്പോൾ പ്രോഫിറ്റ് വരുവാണെങ്കിൽ എൻറ്റയർ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റുമോടാ, എൻറ്റയർ പ്രോഫിറ്റും നമ്മൾ റിസർവ് ഫണ്ടിലോട്ട് മാറ്റും. നമ്മളവിടെ മെമ്പേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും നിൽക്കത്തില്ല. ഇന്നെങ്ങനെയാണ്, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് സ്റ്റാറ്റുട്ടറി റിസർവുകളെല്ലാം കീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ അന്ന് എങ്ങനെയാണ്, അല്ല എന്താണ് അവിടെ നമുക്ക് ഫുൾ എമൗണ്ട് നമ്മൾ എങ്ങോട്ട് തന്നെ മാറ്റും, അത് റിസർവ് ഫണ്ടിലോട്ട് തന്നെ മാറ്റും. In the case of rural societies, the surplus funds were to be deposited in the reserve fund. Rural societies എന്ത് ചെയ്യും, അവരുടെ സർപ്ലസ് ഫണ്ട് ഞാൻ പറഞ്ഞ പോലെ എന്താണ് അവരുടെ മൊത്തം അവരെന്ത് ചെയ്യും, അതിനടുത്ത് ചിലവ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഫണ്ടുകളും ബാക്കി കിട്ടുന്ന എമൗണ്ടുകൾ എല്ലാവരും എന്ത് ചെയ്യും, റിസർവ് ഫണ്ടിലോട്ട് ഇടും ഫോർ ദ ഫർദർ എക്സ്പാൻഷൻ. അല്ലെങ്കിൽ അവർക്ക് വീണ്ടും എന്താണ് സൊസൈറ്റിയുടെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ഫണ്ടിലോട്ട് ഇടും. അതുപോലെ തന്നെ എന്താണ് റിസർവ് നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തിനാണ്, അൺഫോർസീൻ ലോസസ് അല്ലേ. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ലോസസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അതും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ റിസർവ് ഫണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ലോൺ കുഡ് ബി അഡ്വാൻസ്ഡ് ഓൺലി ടു മെമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ലോൺ എന്താണ് മെമ്പേഴ്സിന് മാത്രമല്ലേ കൊടുക്കത്തുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. മെമ്പേഴ്സ് കുഡ് ബി അലൗഡ് ടു പർച്ചേസ് ഷെയർസ് ഓൺലി അപ് ടു ദ ലിമിറ്റ് ഫിക്സ്ഡ് അണ്ടർ ദിസ് ആക്ട്. എന്താണ് ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിനും എന്താണ് ഒരു ലിമിറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 1/5 ഷെയർസ് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ.
1/5 കേട്ടോ. 1/5 ആണ് അതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. The credit societies were to be exempted from the payment of fees and taxes. ചോദിക്കാം, എന്താണ് ഫീസ് ആൻഡ് ടാക്സസ് എന്ത് ചെയ്യണ്ട, നോട്ട് ഫോർ ആക്ട് ബേസിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ത് വേണ്ട, ടാക്സും വേണ്ട ഫീയും വേണ്ട. ടാക്സും ഫീയിൽ നിന്നും അവരെല്ലാം എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യം വരാം. അപ്പോൾ നോട്ട് ഫോർ ആക്ടിൻ്റെ കുറേ ഫീച്ചേഴ്സ് വരും. ടാക്സും ഇതുപോലെ എക്സംപ്റ്റഡ് അല്ല അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ക്രെഡിറ്റ് സൊസൈറ്റീസ് വേർ ടു ബി എക്സംപ്റ്റഡ് ഫ്രം എന്താണ്, ഫീസും ടാക്സും ഒന്നും എന്ത് ചെയ്യണ്ട, ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം എക്സംപ്റ്റഡ് ആണ്. There was no provision for the formation of central agency of financing primaries. അതായത് ഇവിടെ ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു സെൻട്രൽ ഏജൻസിയോ ഒന്നും തന്നെ എന്തില്ല, ഇവിടെ ഫോം ചെയ്യാൻ പറ്റില്ല. No provision in the act for the organization of societies other than credit. It did not give a legal protection to societies formed for the purpose other than credit. ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആക്ടിൻ്റെ ബേസിൽ നമ്മൾ വേറൊരു സൊസൈറ്റി അവിടെ നമ്മൾ ഫോം ചെയ്താൽ നമുക്കതിലൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഇല്ല, ഒരു ലീഗാലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ അലൗഡ് ടു രജിസ്റ്റർ. എന്താണ്, ഓഫ് കോഴ്സ് അത് നമുക്ക് ആ പോയിൻറ്റിൻ്റെ ആവശ്യമേ ഇല്ല, നമുക്ക് ഓൾറെഡി അത് മനസ്സിലായി കഴിഞ്ഞു. Fixing of liability to societies formed in rural areas and limited liability for urban societies not logical. അതായത് അതൊരു നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ആക്റ്റുകളും നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ എന്താണ് കുറേ ഡ്രോബാക്ക് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ഡ്രോബാക്കാണത്. ഈ ഒരു എന്താണ് അർബൻ സൊസൈറ്റി ലിമിറ്റഡ് എന്നും റൂറൽ സൊസൈറ്റി അൺലിമിറ്റഡ് എന്ന് പറയുന്നത് നമുക്കതൊരു ലോജിക്കൽ. കാരണം ശരിക്കും ബുദ്ധിമുട്ടുന്നത് ഏതാണ്, റൂറൽ ഏരിയാസ് ആണ്, അല്ലേ? അപ്പോൾ അവിടെ അൺലിമിറ്റഡും ഇവിടെ അർബനിൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമല്ല. ശരിക്കും ഇത് നോട്ട് ഫോർ ആക്ടിൻ്റെ ഒരു ഡ്രോബാക്കിൽ നമുക്ക് എഴുതപ്പെടാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, നോട്ട് ഫോർ ആക്ടിൻ്റെ ബേസിൽ നമ്മൾ ഫോം ചെയ്ത ഫസ്റ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് നോട്ട് ഫോർ ആക്ട് 19, നോട്ട് ഫോർ ആക്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്താണ് ഫോം ചെയ്ത ഫസ്റ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേട്ടോ. കർണാടകയിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫസ്റ്റ്. ഇതാണ് നോട്ട് ഫോർ ആക്ടിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്ത സൊസൈറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എന്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, കർണാടക. ഓക്കെ, ഇനി നോട്ട് ഫോർ ആക്ടിൻ്റെ ബേസിൽ ഫസ്റ്റ് ഫോം ചെയ്ത അർബൻ സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കാഞ്ചീപുരത്താണ് കേട്ടോ. കാഞ്ചീപുരം അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ ഈ 2 പോയിന്റുകളൊന്നും ഓർത്ത് വയ്ക്കണേ കേട്ടോ. നോട്ട് ഫോർ ആക്ടിൻ്റെ ബേസിലുള്ള ഫസ്റ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കർണാടക. അതുപോലെ ഫസ്റ്റ് അർബൻ സൊസൈറ്റി ഏതിൻ്റെ കീഴിൽ, നോട്ട് ഫോർ ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് അർബൻ സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കാഞ്ചീപുരത്താണ് കേട്ടോ. കാഞ്ചീപുരം, തമിഴ്നാട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 29 സെക്ഷൻ നോട്ട് ഫോർ ആക്ടിലുണ്ടെന്ന് പഠിച്ചു. അപ്പോൾ അതിൽ ഈ 29 സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണ്ട. അതിലെന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് സെക്ഷൻസുകൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, നോക്കാം നോട്ട് ഫോർ ആക്ടിൻ്റെ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 നോട്ട് ഫോർ ആക്ടിലെ സെക്ഷൻ 1 എന്താണ്, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെൻ്റ് ആണ് എന്ത് നോട്ട് ഫോർ ആക്ടിൽ പറയുന്നത്. ഓക്കെ, ഇനി നോട്ട് ഫോർ ആക്ടിൽ സെക്ഷൻ എത്രയാണ്, സെക്ഷൻ 1. ദെൻ അത് നമുക്കത് വ്യത്യാസം തോന്നത്തില്ല, കാരണം നമുക്ക് KCS ആക്ടിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, അല്ലേ? സെക്ഷൻ 3 എന്താണ്, സെക്ഷൻ 3 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ്. അപ്പോൾ നോട്ട് ഫോർ ആക്ടിലെ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആണ് കമൻസ്മെൻ്റ് ആണെങ്കിൽ സെക്ഷൻ 3 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ്. ഓക്കെ, സെക്ഷൻ 3 ഓഫ് 19 നോട്ട് ഫോർ ആക്ട് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ്. ദെൻ സെക്ഷൻ 5 എന്താണ്, രജിസ്ട്രാർ. സെക്ഷൻ 5 എന്താണ്, രജിസ്ട്രാർ ആണ്. സെക്ഷൻ 5 ഓഫ് 19 നോട്ട് ഫോർ ആക്ട് എന്താണ് ഡീൽ ചെയ്യുന്നത്, രജിസ്ട്രാർ. ദെൻ സെക്ഷൻ 21 എന്താണ്, സെക്ഷൻ 21
ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി. സെക്ഷൻ 21 എന്താണ്? ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് എൻക്വയറി. 1904 ആക്ട് സെക്ഷൻ 21 ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി. ഇനി സെക്ഷൻ 23 എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് സൊസൈറ്റി. സെക്ഷൻ 23 എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഫസ്റ്റ് നോട്ട് ഫോർ ആക്ടിൻ്റെ ബേസിൽ രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് സൊസൈറ്റി ഏതാണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കർണാടക. എന്നാൽ ഒരു അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കാഞ്ചീപുരമാണ്. പിന്നെ എന്താണ്? നമ്മളിവിടെ 29 സെക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 4-5 സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ഏതാണ്? സെക്ഷൻ 1 പറയുന്നു. 3 എന്താണ്? 3 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ് ആണ് 3. ദെൻ 5-ാമതിൽ രജിസ്ട്രാർ. ദെൻ 21 ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി. 23 ഡിസൊല്യൂഷൻ ഓഫ് സൊസൈറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ട് ഫോർ ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ്. ഒന്ന് നോക്കുക സെക്ഷൻ 3 ഒക്കെ എന്താണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ഒരു സെക്ഷൻസുകൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് എന്താണ്? അടുത്ത ആക്ട് ഏതാണ്? 1912. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങളൊന്ന് ഓർത്തോണം, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് കഴിഞ്ഞിരിക്കുന്നത് കോപ്പറേഷൻ. നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയുടെ സ്റ്റേജസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇൻഫൻസി സ്റ്റേജ് എങ്ങനെയാണ്? 1904 മുതൽ 1911 വരെയും നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കഴിഞ്ഞു. ശരിക്കും 1912 എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുവാണ്. ഓക്കെ, നോക്കാം എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒന്ന് മാറി മറ്റൊരു ആക്ട് വരാൻ കാരണം? തൊട്ട് മുന്നേ വന്ന ആക്ടിനകത്തുള്ള ഡ്രോബാക്കുകൾ കൊണ്ടാണ് അല്ലേ? ഉറപ്പായിട്ടും അല്ലേ? അതെ. അപ്പോൾ നോട്ട് ഫോർ ആക്ടിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ്? ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമേ പറ്റുള്ളൂ, രജിസ്ട്രാറിൻ്റെ പവേഴ്സ് ഒന്നും ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം അതെല്ലാം മാറി എന്താണ്? അതിൽ ഡ്രോബാക്സുകളെല്ലാം മാറിയാണ് എന്ത് വരുന്നത്? 1912 നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും എന്താ പറയേണ്ടത്? 1912 ആണ്. ഓക്കെ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷനോ അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതെന്ന് ചോദിച്ചാൽ 1904 പറയാം. എന്നാൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചാൽ ശരിക്കും കറക്റ്റ് ആൻസർ എന്താണ്? 1912 ആണ്. ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നോട്ട് ഫോർ എടുത്ത് എഴുതാറുണ്ട്. പക്ഷെ ഇത് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കവിടെ നോട്ട് ഫോർ കറക്റ്റ് ആകുകയുള്ളൂ കേട്ടോ. നോക്കാം. It was found that the 1904 Act was restricted in its scope, that it is permitted registration of primary credit societies alone. അല്ലേ, അവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പെക്സോ സെൻട്രലോ നോൺ ക്രെഡിറ്റോ ഒന്നിനുമുള്ള പ്രൊവിഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. സോ എന്ത് ചെയ്യുന്നു? എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ത് ചെയ്യുന്നു? ഈ വക പ്രൊവിഷൻസ് എല്ലാം സൊസൈറ്റികൾക്ക് നൽകുവാൻ തീരുമാനിച്ചു. Non-credit societies and federal organization of primary cooperative credit societies out of its purview. അപ്പോൾ എന്താണ്? നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളും ഫെഡറൽ ഓർഗനൈസേഷൻസും സെൻട്രൽ സൊസൈറ്റികളും എല്ലാം എവിടെ വന്നു? 12 ആക്ടിൻ്റെ പ്രകാരം നിലവിൽ വന്നു. ഓക്കെ, The Cooperative Societies Act 1912 removed these shortcomings. നമ്മൾ ഈ പറഞ്ഞ നോട്ട് ഫോറിൻ്റെ എല്ലാ ഷോർട്ട് കമ്മിങ്സും എന്ത് ചെയ്യുന്നു? നോട്ട് ഫോർ ആക്ടിൻ്റെ ഷോർട്ട് കമ്മിങ്സ് 12 ആക്ട് റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നീന്നു തിരുത്തി ഇതാണ് കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് മാറ്റി നമ്മുടെ എന്താണ് വർക്കിംഗ് കുറച്ചുകൂടെ എലാബറേറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. This act has been the basis for all acts passed from time to time by the various state governments in the country. ഇനി നമുക്ക് 12 ആക്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. The promotion of economic interest of its members accordance with the cooperative principles. നമുക്ക് എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? നമുക്കൊരു നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യുക? മുന്നോട്ട് വയ്ക്കുക. പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് മെമ്പേഴ്സ് അക്കോർഡൻസ് വിത്ത് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ കോപ്പറേറ്റീവ് മെമ്പർ നമുക്കറിയാമല്ലോ, വോളണ്ടറി അസോസിയേഷൻ, മെമ്പർ പാർട്ടിസിപ്പേഷൻ, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. സോ അതിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇപ്പോൾ 7th പ്രിൻസിപ്പിൾസ് എന്നാൽ ICAയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് ലാസ്റ്റ് സ്റ്റേജിൽ 7th പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
The minimum numbers required to form a society was fixed at 10 individuals who have attained the age of majority, that is 18 years. എന്താണ് ഇവിടെ മിനിമം പേഴ്സൺ എത്ര തന്നെയാണ്? മിനിമം പേഴ്സൺ എത്ര തന്നെയാണ്? 10 തന്നെയാണ്. 10 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കവിടെ ഫോം ചെയ്യാം. എന്താണ് 18 വയസ്സായാൽ എന്താണ്, അതായത് മൈനറിന് അവിടെ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മെജോറിറ്റി അറ്റൈൻ ചെയ്ത ആർക്ക്? മെജോറിറ്റി അറ്റൈൻ ചെയ്ത 10 പേര്. 10 പേര് എങ്ങനെയായിരിക്കണം? ഷുഡ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ജോയിൻ ചെയ്യാം. Then societies are classified in the basis of liability as unlimited liability society and limited liability society. അപ്പോൾ ഇവിടെയും ലയബിലിറ്റിയുടെ കേസിൽ വലിയ തരത്തിലുള്ളൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. On member could have more than 20% of total share capital in limited liability society or hold shares exceeding ₹1000. അപ്പോൾ ഇവിടെ ഒരു മെമ്പറിന് എന്താണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനമേ ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്? 20%. അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താണ് ഷെയർ ക്യാപിറ്റലിൻ്റെ 20% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? ഹോൾഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ എമൗണ്ട് ആയിട്ട് പറയുവാണെങ്കിൽ not exceeding 1000 കേട്ടോ. 1000 രൂപയെ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോട്ട് 12 ആക്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് പഠിക്കാൻ. നോട്ട് 4 ആക്ട് പഠിച്ച ഒരാൾക്ക് 12 ആക്ടിലെ വ്യത്യാസങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. The society were permitted to receive deposits and loans even from non-members. അപ്പം എന്താണ് മറ്റ് നോൺ മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ്സും ലോൺസുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അതായത് നമുക്ക് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മെമ്പേഴ്സിൽ നിന്ന് നോൺ മെമ്പേഴ്സിൽ നിന്ന് ബോറോ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് നോട്ട് 4 ആക്ടിലും അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. The Act provided for the registration of central societies for the first time. നോട്ട് 4 ആക്ടിലെ സെൻട്രൽ സൊസൈറ്റീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ചോദ്യം വരും, സെൻട്രൽ സൊസൈറ്റീസുകൾ ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ ഏത് ആക്റ്റാണ് പ്രൊവൈഡ് ചെയ്തത്? സെൻട്രൽ സൊസൈറ്റീസുകൾ ഫോം ചെയ്യാൻ, ഫെഡറൽ ഓർഗനൈസേഷൻസുകൾ ഫോം ചെയ്യാൻ, നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോം ചെയ്യാൻ, ഇതെല്ലാം ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയത് ഏത് ആക്റ്റാണ്? 1912 ആക്റ്റാണ്. 1912 ആക്റ്റാണ്. ഇനി the restrictions were imposed on the investment of societies funds. സൊസൈറ്റീസ് ഫണ്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്ട്രിക്ഷൻസുകൾ നമ്മൾ കൊണ്ടുവന്നു. അതായത് നമ്മൾ നോട്ട് 4 ആക്ടിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് നോട്ട് 4 ആക്ടിൽ കിട്ടുന്ന എൻറ്റയർ പ്രോഫിറ്റ് നമ്മൾ റിസർവ് ഫണ്ടിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇടുന്നുണ്ട്. അവിടെ നമ്മൾ ഡിവിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഫണ്ടുകളിൽ കൊണ്ടുവരുന്നു. ഇത്ര പെർസെൻറ്റേജ് 50% നിങ്ങൾ റിസർവ് ഫണ്ടിലോട്ട് കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ 5% എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് കൊണ്ടുപോട്ടെ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അവിടെ ഒരു അലോക്കേഷൻ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. എന്താണ് 12 ആക്ടിൽ കേട്ടോ. എന്നതിന് ശേഷം അവിടെ ഡിവിഡൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പേഴ്സിന് കൊടുത്തു തുടങ്ങി. എൻറ്റയർ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് മാറ്റുന്നില്ല? റിസർവ് ഫണ്ടിലോട്ട് മാറ്റുന്നില്ല. ഓക്കെ. The registrar was given wide powers for conducting an enquiry into the constitution, working, financial condition of the society. A society could be inspected by the registrar on the requisition by the creditor. ഇവിടെയും രജിസ്ട്രാറിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രാറിന് തന്നെയാണ് പവർ. പക്ഷേ നോട്ട് 4 ആക്ടിനെ പോലെ അല്ല. നമ്മൾ 12 ആക്ടിൽ രജിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. 12 ആക്ടിൽ ശരിക്കും എന്താണ് രജിസ്റ്റർ തൻ്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വൈഡ് പവേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? എൻക്വയറി കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താണ് എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങൾ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതവിടെ പറയുന്നുണ്ട്. നമ്മൾ എൻക്വയറിയോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ്, ഈ 3 കാര്യങ്ങളുമാണ് നമ്മൾ എൻക്വയറിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? അതൊരു ചോദ്യമാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ കേട്ടോ. എൻക്വയറിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 3 ഏരിയകളാണ്. അപ്പോൾ ഇവിടെ 12 ആക്ടിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? രജിസ്ട്രാറിന് തന്നെയാണ്. A society could be inspected by the registrar on requisition by the creditor. എന്താണ്? ഇപ്പോൾ നമുക്ക് എന്താണ്? ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു അലിഗേഷനോ കാര്യങ്ങളോ വന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടു, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർ എന്ത് ചെയ്യുന്നു? ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമേൽ സംശയം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ രജിസ്റ്റർ എന്ത് ചെയ്യും? ആ ക്രെഡിറ്ററിൻ്റെ റിക്വസിഷൻ പ്രകാരം അവിടെ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യും. ഓക്കെ.
അപ്പോൾ ഇതെല്ലാം എന്താണ് 12 ആക്ടിൻ്റെ എന്താണ് ഫീച്ചേഴ്സാണ്. അതെങ്ങനെ നോട്ട് ഫോർ ആക്റ്റുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. The society was given the right to set off shares, deposits, etc. of a member against the dues of the society. എന്താണ് സൊസൈറ്റി വാസ് ഗിവൻ ദ റൈറ്റ് ടു എന്താണ് ഷെയർസും എന്താണ് ഡെപ്പോസിറ്റ്സും ഒക്കെ സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോണും ഡെപ്പോസിറ്റും കൂടെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യത്തില്ലേ അല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. സെറ്റ് ഓഫ് ഇത് ഷെയർസ് ആവാം, ഡെപ്പോസിറ്റ്സ് ആവാം, വാട്ട് എവർ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെയർ ഗിവൺ പ്രയോറിറ്റി ഇൻ റിഗാർഡ് ടു ദ റിക്കവറി ഓഫ് സർട്ടൺ ഡ്യൂസ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഫംഗ്ഷൻ കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എങ്ങനെ നമുക്ക് ഓവർ ഡ്യൂസുകൾ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കുറച്ചുകൂടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങൾ പ്രൊവിഷൻസും ഒക്കെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഏത് ആക്ട്? 12 ആക്ടിൻ്റെ കീഴിൽ. The interest of the shares in societies were exempted from attachment. നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് വരും അല്ലെ, സൊസൈറ്റിയുടെ അസറ്റുകളെല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്യാനെല്ലാം പറ്റും. പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടും ഷെയർ ക്യാപിറ്റലും എന്ന് പറയുന്നത് കേട്ടോ. ഞാനിത് പറയുന്നത് 69 ആക്ടിൻ്റെ ബേസിലാണ്. പക്ഷേ ഇവിടെയും പറയുന്നുണ്ട് എന്താണ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർസ്. നമ്മുടെ ഷെയർസ് എന്ത് ചെയ്യില്ല, ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറ്റാച്ച് ചെയ്യാം. അത് അറ്റ് എനി കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അത് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഷെയർസ് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. In matters of liquidation and final winding up of society, the registrar was given wide powers. അപ്പോൾ അതായത് ഏതിൻ്റെ കാര്യങ്ങളാണ്, ലിക്വിഡേഷൻ, ഫൈനൽ വൈൻഡിങ് അപ്പ്. ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് പ്രൊസീജിയർ കൂടെയാണ് അല്ലേ, വൈൻഡിങ് അപ്പ്, ഡിസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി, ദ രജിസ്റ്റർ വാസ് ഗിവൺ വൈഡ് പവേഴ്സ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് രജിസ്റ്ററിന് എന്ത് ചെയ്യാം, ഇന്നത്തെ കേസ് ഇപ്പോഴത്തെ ഒരു 69ൻ്റെ ബേസിലാണെങ്കിൽ രജിസ്റ്റർ എന്ത് ചെയ്യും, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. ലിക്വിഡേറ്റർ എന്ത് ചെയ്യുന്നു, എല്ലാ പ്രൊസീജിയേഴ്സും എന്ത് ചെയ്യുന്നു, തീർക്കുന്നു അല്ലേ. എന്നിട്ട് റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു, ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് ആർക്ക് കൊടുക്കുന്നു, രജിസ്റ്ററിനെ ഏൽപ്പിക്കുന്നു അല്ലേ. വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അവിടെ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെ വരുന്നുണ്ട്, രജിസ്റ്ററിന് തന്നെ വരുന്നുണ്ട്. എന്നാൽ രജിസ്റ്റർ 12 ആക്ട് പ്രകാരം രജിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. അതർ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് 1904 എന്ന് പറയുന്നത് റിക്കഗ്നൈസ്ഡ് ദ ഫോർമേഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, സെൻട്രൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, ദ സൊസൈറ്റി വെയർ ക്ലാസിഫൈഡ് ആസ് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് സൊസൈറ്റീസ്. അതായത് വളരെ കോറായിട്ട് 12 ആക്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നേ ഉള്ളൂ കേട്ടോ. എന്താണ് ഇവിടെ നോൺ ക്രെഡിറ്റ് വന്നു, സെൻട്രൽ കോപ്പറേറ്റീവ്സുകൾ വന്നു, അതുപോലെ തന്നെ ഇവിടെ സൊസൈറ്റികൾ അർബൻ എന്നോ റൂറൽ എന്നോ അല്ല, ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് എന്നും, അത് അർബനോ റൂറലോ എന്നുള്ള രീതിയല്ല, ലിമിറ്റഡ് എന്നും അൺലിമിറ്റഡ് സൊസൈറ്റീസുകളെന്നും അവിടെ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഞാൻ ഇടയ്ക്ക് എന്താണ് വീണ്ടും നമ്മൾ ആ സ്റ്റേജസിൻ്റെ കേസ് നിങ്ങളൊന്ന് ഓർത്തെ. 1904 മുതൽ 11 വരെ നമ്മൾ നോട്ട് ഫോർ ആക്ട് പഠിച്ചു. 1911 കഴിഞ്ഞ് 12 to 19 വരെ നമ്മൾ എന്ത് സ്റ്റേജാണ്, നമ്മുടെ രണ്ടാമത്തെ ഹറിയഡ് എക്സ്പാൻഷൻ സ്റ്റേജാണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞത്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഇയറുകൾ എന്ത് ചെയ്യും, പഠിച്ചു പോകും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താണ്, രണ്ടാമത്തെ സ്റ്റേജിലാണ് അല്ലേ. രണ്ടാമത്തെ സ്റ്റേജ് ലാസ്റ്റാണ് അല്ലേ. 1919 12 to 19 രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് 1919 പ്രത്യേകത എന്ന് ചോദിച്ചാൽ, റിഫോംസ് ഓഫ് 1990. നമ്മൾ ഈ 1990 റിഫോംസിനെ മൊണ്ടേഗോ ചെൽസ്ഫോർഡ് റിഫോംസ് എന്ന് പറയും കേട്ടോ. മൊണ്ടേഗോ ചെൽസ്ഫോർഡ് റിഫോംസ് എന്നും പറയും. With the introduction of Reforms Act 1990, after the conclusion of the World War I, the corporation became a provincial subject and was placed under the charge of a minister. നമ്മൾ 1919 തൊട്ട് എന്താണ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറി, എന്താണ് കോർപ്പറേഷൻ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് മാറിയത് ഏതാണ്, ആസ് എ റിസൾട്ട് ഓഫ് മൊണ്ടേഗോ ചെൽസ്ഫോർഡ് റിഫോംസ് 1990 കേട്ടോ. Then this was another landmark in the history of the cooperative movement. With this, a movement entered in the third stage. അപ്പോൾ എന്താണ് 1990 to 1929 നമ്മൾ ഏത് സ്റ്റേജിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 1919 മുതൽ
1929 നമ്മൾ ഏത് സ്റ്റേജാണ്? തേർഡ് സ്റ്റേജാണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ 1990 എൻഡ് ചെയ്യുവാണ്. സോ നമ്മളതിന് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ തേർഡ് സ്റ്റേജിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 1919 മുതൽ 29 വരെ എന്താണ്? തേർഡ് സ്റ്റേജാണ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എന്താണ്? അൺപ്ലാൻഡ് എക്സ്പാൻഷൻ ആണ് അല്ലേ? അപ്പോൾ വിത്ത് ദിസ് ദ മൂവ്മെൻറ്റ് എൻറ്റേർഡ് ഇൻ ദ ഏത് സ്റ്റേജാണ്? തേർഡ് സ്റ്റേജാണ്. The post-war movement and rising price further provided fillip to this movement. അപ്പോൾ നമ്മൾ പോസ്റ്റ് വാർ, അതായത് നമ്മൾ എന്താണ് വാറിൻ്റെ എല്ലാ കോൺസിക്വൻസസും എല്ലാം എന്താണ് നമ്മൾ അഫക്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യുവാണ്? കൂടുതൽ എന്താണ് ഇൻഫ്ലേഷനും അങ്ങനത്തെ എക്കണോമിക്കൽ ക്രൈസിസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്ന ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രെഡിറ്റ്, ഫാമിങ്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അവിടെ ഒരു റിലവൻറ്റ് ടൈം ആയിരുന്നു കോപ്പറേഷൻ എന്നാണ്. വീണ്ടും പല ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫോം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എറൈസ് ചെയ്തത് എന്ന് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? പല ടൈപ്പ് സൊസൈറ്റികൾ വന്നു. ഇപ്പോൾ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷനും കൂടുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കോപ്പറേഷൻ എന്ന് പറയുന്ന ഐഡിയ നമുക്ക് മാക്സിമം അവിടെ എന്ത് ചെയ്യാൻ, സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്ട്രെങ്തേൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. സോ എന്താണ്? എന്തൊക്കെ ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ അവിടെ ഫോം ചെയ്തടേ? ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോം ചെയ്തു, ഫാമിംഗ് സൊസൈറ്റികൾ ഫോം ചെയ്തു, അതുപോലെ തന്നെ മോർഗേജ് ബാങ്കിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് മൊണ്ടേഗോ-ചെൽസ്മോഡ് റിഫോംസ് 1919. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? തേർഡ് സ്റ്റേജിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. 1919 പ്രൊവിഷണൽ സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. ഇതാണ് നമുക്ക് ഇതുവരെയും ചോദിച്ചിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ. Cooperation was treated as a professional subject under the Reforms Act of 1999 as a consequence of further stimulus was provided to the cooperative movement അല്ലേ? ശരിക്കും ഈ ഒരു റിഫോംസ് 1990 ഒരുപാട് കോപ്പറേഷൻ്റെ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത്രയും ഒരു കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു റിഫോംസ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. Cooperative legislation came into effect with the constitutional reforms in 1990, under which cooperative became a transferred subject. അല്ലേ? അപ്പം അങ്ങനെ 1919 എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു.